ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വച്ച ഒരു കടം തീർക്കാനാണ് ഞാനിവിടെ ബലിയർപ്പിക്കുന്നത്. ഈ അടുത്ത് നിര്യാതനായ ബ്രദർ രാജൻ കാൽവരിയെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. കാകത്തായുടെ വലിയ ഒരു ശുശ്രൂഷകനായിരുന്നു. എന്നെ എപ്പോഴും ഇവിടെ വെള്ളിയാഴ്ചകളിൽ കുർബാനയ്ക്ക് രാജേട്ടൻ വിളിക്കാറുണ്ട്. ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലായതുകൊണ്ട് എനിക്ക് വർക്കിംഗ് ഡേയ്സിൽ വരിക അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ രാജേട്ടനോട് പറഞ്ഞു, മെയ് മാസത്തിൽ എന്തായാലും ഒരു വെള്ളിയാഴ്ച ഞാൻ വരാം. എനിക്ക് മാതാവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാതാവിനെക്കുറിച്ച് ഓർക്കുന്ന ആ വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വരാം എന്ന് രാജേട്ടന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ രാജേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ രാജേട്ടന് ആ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഈ ഒരു വെള്ളിയാഴ്ച ചോദിച്ച് മേടിച്ച് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ആയിരിക്കുകയാണ്. മാതാവിനെക്കുറിച്ച് പറയുന്നതിന് പകരം ഇന്ന് ഔസേപിതാവിനെ കുറിച്ച് പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ രാജൻ ബ്രദറിൻ്റെ ആത്മാവിന് തമ്പുരാൻ നിത്യശാന്തി നൽകണേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ഔസേപിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ വരുന്ന ചിത്രം ഒരു നല്ല അപ്പനായിരുന്നു വിശുദ്ധ ഔസേപിതാവ്. ഒരു നല്ല ഭർത്താവായിരുന്നു വിശുദ്ധ ഔസേപിതാവ്. ഒരു നല്ല കുടുംബനാഥനായിരുന്നു വിശുദ്ധ ഔസേപിതാവ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ചേർത്ത് നല്ല ഔസേപിതാവിനെ നമ്മളിങ്ങനെ ഓർക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം ഔസേപിതാവ് ഒന്നാമതായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഒരു നല്ല അപ്പനായി, ഒരു നല്ല അമ്മയായി, ഒരു നല്ല കുടുംബനാഥനായി, ഒരു നല്ല കുടുംബനാഥിയായി എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഔസേപിതാവിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ കോട്ടപ്പടിയിലുള്ള എനിക്ക് പരിചയമുള്ള രോഗിയായിട്ട് കഴിയുന്ന ജോൺസൺ എന്ന് പറയുന്ന ചേട്ടനെ കാണാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ജോൺസേട്ടൻ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടപ്പാണ്. ജോൺസേട്ടൻ്റെ ഭാര്യ കിഡ്നി പേഷ്യൻ്റാണ്. ഇടവിട്ട ദിവസം ഡയാലിസിസ് ചെയ്യുന്നു. ഈ അടുത്ത് ആ ചേച്ചി മരിച്ചു. ജോൺസേട്ടന് 2 പെൺമക്കളുണ്ട്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഈ 2 മക്കളും മാറി മാറി വീട്ടിൽ വന്ന് നിന്നിട്ടാണ് അന്ന് അപ്പനും അമ്മയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജോൺസേട്ടൻ പണ്ട് അച്ഛന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ സഹായിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ജോൺസേട്ടന് എനിക്ക് പരിചയമുള്ളത്. ഒരു ദിവസം ഞാൻ ഈ ജോൺസേട്ടനെ കാണാൻ ജോൺസേട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ കുറച്ച് ആപ്പിള്, കുറച്ച് ഓറഞ്ച്, കുറച്ച് മുന്തിരിയും വാങ്ങിച്ച് ഞാൻ കോട്ടപ്പടിയിലുള്ള ജോൺസേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ജോൺസേട്ടൻ്റെ മൂത്ത മകളുടെ കൊച്ച് 3-4 വയസ്സുള്ള ആൺകുട്ടി ഉമ്മറത്തേക്ക് ഓടി വന്നു. എന്നെ കണ്ടതോടുകൂടി ഇവനിങ്ങനെ അമ്പരപ്പോടെ നോക്കി നിന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഈ കൊച്ചിന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. അവൻ അതും വാങ്ങിച്ച് അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്ക് പോയി. ഞാൻ ഈ ജോൺസേട്ടൻ്റെ അരികെ ചെന്നിരുന്ന് ജോൺസേട്ടനോട് വർത്താനം പറയാനും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇവൻ വന്നിട്ട് പറയുമായിരുന്നു, അമ്മേ
അച്ഛൻ വന്നിട്ടുണ്ട്, കൊച്ചച്ഛനല്ല വലിയ അച്ഛനാണ് വന്നിരിക്കുന്നത്. അമ്മേ, അച്ഛൻ വന്നിട്ടുണ്ട്, കൊച്ചച്ഛനല്ല വലിയ അച്ഛനാണ് വന്നിരിക്കണേ. ഇപ്പൊ കോട്ടപ്പടി പള്ളിയിൽ രണ്ടച്ഛന്മാരുണ്ട്, വല്യച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്. വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തടിയുള്ള താടിയുള്ള വയറൊക്കെയുള്ള വലിയ ഒരച്ഛൻ. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിയുമില്ല തടിയുമില്ല വണ്ണം കുറഞ്ഞ് കുഞ്ഞു ഒരച്ഛൻ. എന്നെ കണ്ടപ്പോൾ അത്യാവശ്യം തടിയുണ്ട്, ആവശ്യത്തിന് വയറുണ്ട്, താടിയൊക്കെ ഉള്ളത് കൊണ്ട് അവനെ സംബന്ധിച്ച് ഞാൻ വലിയ അച്ഛനാണ്. അപ്പം അതുകൊണ്ടാണ് അവൻ ചെന്ന് പറഞ്ഞ, അമ്മേ, അച്ഛൻ വന്നിട്ടുണ്ട്, കൊച്ചച്ഛനല്ല വലിയ അച്ഛനാണ് വന്നിരിക്കണേ. ബിജു അച്ഛനായിരുന്നൂലേ എന്നും പറഞ്ഞ് അവൾ അങ്ങനെ അടുക്കളയിലേക്ക് പോയി. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ ഞാൻ കൊണ്ടുപോയ ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ എടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു പ്ലേറ്റിൽ ഒരു കസേരയിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് തിന്നാൻ വേണ്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ആപ്പിൾ എടുത്ത് തിന്നാൻ ആരുടെ അനുവാദം മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഈ പ്ലേറ്റിൽ നിന്ന് 2 കഷ്ണം ആപ്പിൾ എടുത്ത് വായിലിട്ടു, കടിച്ചിങ്ങനെ തിന്നാൻ തുടങ്ങി. നല്ല ടേസ്റ്റുള്ള ആപ്പിള്, മധുരമുള്ള ആപ്പിള് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 കഷ്ണം തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു കൊതി, 2 കഷ്ണം കൂടി എടുത്ത് തിന്നാലോ എന്ന്. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കൈ കൊണ്ടുപോയി പ്ലേറ്റിൽ നിന്ന് 2 കഷ്ണം ആപ്പിൾ എടുത്ത് വീണ്ടും വായിലിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കടിച്ചിറക്കി തിന്നത്. 2ാം പ്രാവശ്യം തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ കൊതി, നല്ല ആപ്പിളല്ലേ, 2 കഷ്ണം കൂടി എടുത്ത് വായിലിട്ടാലോ. അപ്പം ഞാൻ മനസ്സിൽ തീരുമാനിച്ചു 2 ഇനി എടുക്കാം. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഈ പ്ലേറ്റിൽ നിന്ന് ആപ്പിൾ എടുക്കാൻ കൈ ഇങ്ങനെ കൊണ്ടുപോയ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ 3.5-4 വയസ്സുകാരൻ കണ്ണും തുറപ്പിച്ച് ഉണ്ടക്കണ്ണ് കിട്ടി എന്നെങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം 2 പ്രാവശ്യം ഞാൻ ആപ്പിൾ എടുത്ത് വായിലിട്ട് തിന്നുമ്പോഴും ഈ കൊച്ചിനെ ഞാൻ മൈൻഡ് ചെയ്തില്ല, ഒരു കഷ്ണം പോലും ഞാൻ അവന് കൊടുത്തില്ല, അവന് വേണോ എന്ന് പോലും ചോദിച്ചില്ല. അബദ്ധം മനസ്സിലായപ്പോൾ ഞാൻ അവന് വേഗം അടുത്തേക്ക് വിളിച്ച് അവന് 2 കഷ്ണം ആപ്പിൾ കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. അവൻ വേഗം വായിലിട്ട് അവൻ അങ്ങോട്ട് കടിച്ചിറക്കി. ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ച് കൂടെ നിർത്തി അവൻ്റെ പേര് ചോദിച്ചു. നീ മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തോളിലൊക്കെ തട്ടി ഈ പ്ലേറ്റിലുള്ള ബാക്കി കഷ്ണം ആപ്പിൾ മുഴുവൻ പ്ലേറ്റ് അടക്കം ഞാൻ ആ കൊച്ചിന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. അവനതും വാങ്ങിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛന് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവൻ വന്നിട്ട് പറയായിരുന്നു, അമ്മേ, വലിയ അച്ഛൻ പൊട്ട അച്ഛനല്ല, നല്ല അച്ഛനാണ്, അച്ഛന് എനിക്ക് ഇഷ്ടമായി. അമ്മേ, വലിയ അച്ഛൻ പൊട്ട അച്ഛനല്ല, നല്ല അച്ഛനാണ്, അച്ഛന് എനിക്ക് ഇഷ്ടമായി. അച്ഛൻ അവന് ഭയങ്കര ഇഷ്ടമായെന്ന് പറയണേന്നും പറഞ്ഞ് പിന്നെ അങ്ങനെ അവൾ പണികൾക്കായിട്ട് അകത്തേക്ക് പോയി. ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ നിന്ന് തിരിച്ചു പോന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടി ഓടിച്ച് എൻ്റെ പള്ളി എത്തുന്നവരെയും പള്ളിയിലെത്തി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത. എൻ്റെ മനസ്സാക്ഷി എന്തോ എന്നോടിങ്ങനെ ഓർമ്മപ്പെടുത്തുക, എന്തോ എന്നോടിങ്ങനെ ചോദിക്കുക. എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞതിങ്ങനെയാ, ചുരുങ്ങിയ സമയം കൊണ്ട് 3-4 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞ് നിന്റെ പൗരോഹിത്യ സാന്നിധ്യത്തിന്, പൗരോഹിത്യ ജീവിതത്തിന് വിലയിരുത്തി മാർക്കിട്ട് നീ ഒരു നല്ല അച്ഛനാണോ പൊട്ട അച്ഛനാണോ എന്ന് തീരുമാനിച്ച് മാർക്കിടൽ കഴിഞ്ഞു. എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞത് എങ്ങനെയാ, ചുരുങ്ങിയ സമയം കൊണ്ട് കൊച്ചു കുഞ്ഞു തുടങ്ങി പ്രായമായിട്ടുള്ളവർ വരെ
ഓരോ നിമിഷവും നിന്റെ പൗരോഹിത്യ ജീവിതത്തെ, പൗരോഹിത്യ സാന്നിധ്യത്തെ വിലയിരുത്തി മാർക്കിടുമ്പോ നിന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായിട്ട് നിന്നെ നിയോഗിച്ച തമ്പുരാൻ നിന്നെ വിലയിരുത്തി മാർക്കിടുമ്പോ നിന്റെ ദൈവത്തിന് മുൻപിൽ നീ ഒരു നല്ല അച്ഛനാണോ പൊട്ടച്ഛനാണോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ മനസാക്ഷി എന്നെ ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ നല്ല അപ്പൻ, നല്ല കുടുംബനാഥൻ, നല്ല ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് കുടുംബങ്ങളുടെ മധ്യസ്ഥനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ, എൻ്റെ തമ്പുരാന്റെ മുൻപിൽ ഞാനൊരു നല്ല അപ്പനാണോ, നല്ല അമ്മയാണോ, നല്ല കുടുംബനാഥനാണോ, കുടുംബനാഥയാണോ, ഭർത്താവാണോ, ഭാര്യയാണോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. വിശുദ്ധ ഔസേപ്പിതാവിന് ഭർത്താവ് എന്നുള്ള രീതിയിലും അപ്പൻ എന്നുള്ള രീതിയിലും കുടുംബനാഥൻ എന്നുള്ള രീതിയിലും തമ്പുരാന്റെ സന്നിധിയിൽ 100 മാർക്കാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് ഔസേപ്പിതാവിനെ നമ്മൾ പാടി പ്രകീർത്തിക്കാറുണ്ട്. നിർമ്മലനാം നീതിമാനാം ഔസേപ്പിതാവേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ പാടും നിർമ്മലനായ പിതാവേ. ഔസേപ്പിതാവിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയുമാണ് ഔസേപ്പിതാവിനെ നല്ല അപ്പനാക്കിയിട്ട് തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി, വിശ്വസ്തത പുണ്യപ്പെട്ടതാണെന്ന് കണ്ട് വിശുദ്ധിക്ക്, വിശ്വസ്തതയ്ക്ക് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ അൾത്താരയിൽ വെച്ച് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും തമ്പുരാന് നിങ്ങൾ വാക്കുകൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജീവിതാവസാനം വരെ, മരണം വരെ ഈ വിശുദ്ധിയും വിശ്വസ്തതയും കാത്തുപാലിക്കാൻ ദൈവത്തിനു മുമ്പിൽ നിങ്ങൾക്ക് കടപ്പാടുണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കളെ, ദമ്പതികളെ നിങ്ങൾ മറന്നുപോകരുത്. അറിയപ്പെടുന്ന വചനപ്രഘോഷകനാണ് ബ്രദർ സാബു ആറുതൊട്ടിയിൽ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്ഭുതങ്ങളും രോഗശാന്തികളും ലൈവായി ഓൺ ദ സ്പോട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനെ അൾത്താരക്കരികെ കൊണ്ടുവന്ന് കിടത്തി സാബു ബ്രദർ കൈനീട്ടി യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ തളർന്നു കിടക്കുന്ന മനുഷ്യൻ അത്ഭുതകരമായി ചാടി എഴുന്നേറ്റ് അൾത്താരയിൽ വന്ന് യേശുവിനെ സാക്ഷ്യപ്പെടുത്തും. നടക്കാൻ സാധിക്കാത്ത മനുഷ്യനെ പ്രത്യേക ചെരുപ്പൊക്കെ പിടിപ്പിച്ച് അരയിൽ ബെൽറ്റൊക്കെ കെട്ടി വീൽചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന് അൾത്താരക്കരികെ കൊണ്ടുവന്ന് സാബു ബ്രദർ കൈനീട്ടി യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഈ മനുഷ്യൻ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞ് ബെൽറ്റൊക്കെ ഊരിയെറിഞ്ഞ് വടിയും കൊണ്ടൊക്കെ വലിച്ചെറിഞ്ഞ് അൾത്താരയിലേക്ക് ഓടിക്കേറി വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന അത്ഭുതം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. ഓരോ ധ്യാനങ്ങളിലും ഒരുപാട് അത്ഭുതങ്ങൾ ഇന്നും സാബു ബ്രദറിന്റെ കൺവെൻഷൻ സംഭവിക്കുന്നുണ്ട്. ഓരോ കൺവെൻഷനും കഴിയുമ്പോൾ ലോറി വിളിച്ചിട്ടാണ് വീൽചെയർ, ബെൽറ്റ്, ചെരുപ്പ്, വടി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാറ്. ഞാൻ ഈ സാബു ബ്രദറോട് ചോദിച്ചു, സാബു ബ്രദറെ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം അത്ഭുതങ്ങളും രോഗശാന്തികളും ലൈവായി ഓൺ ദ സ്പോട്ട് ബ്രദറിന്റെ ശുശ്രൂഷകളിൽ സംഭവിക്കുന്നത് എന്ന്? സാബു ബ്രദർ അതിനെന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാ: അച്ഛാ, എൻ്റെ ധ്യാനത്തിലും എൻ്റെ ശുശ്രൂഷയിലും
ഇത്രമാത്രം അത്ഭുതങ്ങളും രോഗശാന്തികളും ലൈവായി ഓൺ ദ സ്പോട്ട് സംഭവിക്കുന്നതിന് ഒരൊറ്റ കാരണമാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്. സാബു ബ്രദർ എന്നോട് പറഞ്ഞു വെച്ചിങ്ങനെയാ, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുൻപും എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷവും വിശുദ്ധിയെ ഒരിക്കൽ പോലും ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുൻപും എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷവും വിശുദ്ധിയെ ഒരിക്കൽ പോലും ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. ഞാൻ പാലിച്ചു പോന്നിട്ടുള്ള വിശുദ്ധി, ഞാൻ ഇന്ന് പാലിക്കുന്ന വിശുദ്ധിയാണ് എൻ്റെ തമ്പുരാൻ എനിക്ക് കൃപയായി, അനുഗ്രഹമായി, അഭിഷേകമായി ഇന്ന് തിരിച്ചു തരുന്നത്. ഈ കൃപയാണച്ച, ഈ അനുഗ്രഹമാണച്ച, ഈ അഭിഷേകമാണച്ച എൻ്റെ ശുശ്രൂഷയില് അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നതെന്ന് സാബു ബ്രദർ പറഞ്ഞു വെച്ചു. നിങ്ങളെപ്പോലെ ഭാര്യയും മക്കളുമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സാധാരണ അൽമായനാണ് ഈ സാബു ബ്രദർ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചിട്ടുള്ളവരാ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കർത്താവിൻ്റെ ഈ അത്താരക്കരികിലിരുന്ന് നെഞ്ചത്ത് കരങ്ങൾ ചേർത്ത് വെച്ച് നിങ്ങളിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുൻപും എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷവും വിശുദ്ധിയെ ഒരിക്കൽ പോലും കളങ്കപ്പെടുത്തിയിട്ടില്ലെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പാലിച്ചു പോന്നിട്ടുള്ള വിശുദ്ധി, നിങ്ങൾ ഇന്ന് പാലിക്കുന്ന വിശുദ്ധിയാണ് നിങ്ങളുടെ മക്കൾക്ക് വരും തലമുറയ്ക്ക് കൃപയായി, അനുഗ്രഹമായി, അഭിഷേകമായി തമ്പുരാൻ തിരിച്ചു തരുന്നത് എന്ന് മാതാപിതാക്കളെ, ദമ്പതികളെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അച്ഛനായിട്ട് 23 വർഷമായി. ഞാനും ധ്യാനിപ്പിക്കാനും കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതാ. കുറേ പേർക്ക് എന്നെ അറിയാം. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ നേരെ ഞാനിങ്ങനെ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കും. ഈശോയെ, എനിക്ക് ലഭിച്ചിട്ടുള്ള പൗരോഹിത്യ കൃപയിൽ ആശ്രയിച്ച്, ഞാൻ പാലിക്കുന്ന ബ്രഹ്മചര്യമെന്ന പുണ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നേരിൽ ഞാൻ ദർശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കുടുംബജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിക്ക്, വിശ്വസ്തതയ്ക്ക് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധി, വിശ്വസ്തത കാത്തുപാലിക്കണം. മൂന്നാമത്തേത്, ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വിശുദ്ധര് ഈ ഹാളിൽ ഇങ്ങനെ കാണാനുണ്ട്. ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക മാധ്യസ്ഥമാണ് സഭ കൽപ്പിക്കുന്നത്. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് പറയും, കാണാതെ പോയ വസ്തുക്കൾ തിരികെ കെട്ടാൻ അന്തോണീസിനോട് പ്രാർത്ഥിക്കും. വിശുദ്ധ യൂദാത്ത ദേവോസിനോട് നമ്മൾ പ്രാർത്ഥിക്കും, അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ ബ്ലേസ് പുണ്യാലോട് നമ്മൾ പ്രാർത്ഥിക്കും, തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖം മാറാൻ പ്രാർത്ഥിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിനോട് നമ്മൾ പ്രാർത്ഥിക്കും, പഞ്ഞം പടവസന്ത രോഗം മാറാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക മാധ്യസ്ഥം സഭ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ: ചില വിശുദ്ധർ ചില പ്രത്യേക കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. എന്നാൽ വിശുദ്ധ ഔസേപ്പിതാവാകട്ടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ചില വിശുദ്ധർ ചില പ്രത്യേക കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. എന്നാൽ വിശുദ്ധ ഔസേപ്പിതാവാകട്ടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവനാണ്
വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കുഞ്ഞു കാര്യങ്ങൾ: ഒന്ന്, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ നല്ല അപ്പനാവുക, അമ്മയാവുക, നല്ല കുടുംബനാഥനാവുക, കുടുംബനാഥിയാവുക, നല്ല ഭർത്താവാവുക, നല്ല ഭാര്യയാവുക. 2, വിശുദ്ധ ഔസേപ്പ് പിതാവ് നിർമ്മലനായിരുന്നതുപോലെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി, വിശ്വസ്തത കാത്തുപാലിച്ച് വിശുദ്ധിയുടെ ഒരു ജീവിതം നമ്മൾ നയിക്കുക. 3, എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്നുള്ള ബോധ്യസ്ഥത്തോടെ എന്നും ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വ്യക്തിപരമായും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നല്ല തമ്പുരാൻ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.